ഖദീജ റളിയല്ലാഹു അൻഹാ പ്രബോധനത്തിന് പോകുന്ന പ്രവാചകർക്ക് സർവ്വസന്നാഹങ്ങളും ചെയ്തു കൊടുത്തൊരു മഹദി നമുക്ക് ഓർക്കണ്ടയോ? സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്ത്രീകളുടെ മോചകനായി അവർക്ക് സംരക്ഷകനായി അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ ബൈനി വബൈന ഈസ ഇബ്നു മറിയം, എന്റെയും ഈസ നബിയുടെയും ഇടയിൽ ഒരു സമൂഹമായി ഉയർത്തെഴുന്നേൽക്കാൻ ഭാഗ്യമുണ്ടാകുന്ന മഹാനാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് സ്വഹാബിയത്തായ പെണ്ണുങ്ങൾ ചോദിക്കുമായിരുന്നു, നബിയേ, ഖുർആൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പലതും പുരുഷന്മാരെ കുറിച്ചല്ലയോ, അവർക്ക് വേണ്ട കാര്യങ്ങളല്ലയോ, അവരുടെ വിഷയങ്ങളല്ലയോ ഖുർആൻ കൂടുതൽ ഇടപെടുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് വളരെ കുറച്ചല്ലയോ പരാമർശം വരുന്നുള്ളൂ എന്ന് ഹബീബായ നബി തങ്ങളോട് പോയി ചോദിച്ച ഒരു പെണ്ണുണ്ട്. ഖതീബത്തുൻ നിസാ, പെണ്ണുങ്ങളിലെ പ്രഭാഷകയായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു പെണ്ണുണ്ട്. അസ്മാഉ ബിന്തു യസീദ് ബിനു സകൻ റളിയല്ലാഹു അൻഹ. ഖതീബത്തുൻ നിസാ, പെണ്ണുങ്ങളിൽ പ്രഭാഷണം ചെയ്തിരുന്ന പെണ്ണായിരുന്നവര്. അസ്മാഉ ബിന്തു യസീദ് ബിനു സകൻ, അസ്മാഉ ബിന്തു യസീദ്, അസ്മാഉ ബിന്തു ഉമൈസ്, അസ്മാഉ ബിന്തു റബീഅ, അസ്മാഉ ബിന്തു അബീബക്കർ, ഒരുപാട് അസ്മാ ബീവികളുണ്ട് സ്വഹാബിയത്തുകളിൽ. അസ്മാഉ ബിന്തു യസീദ് ബിനു സകൻ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബീവിയാണ് പറയുന്നത്. യസീദ് ബിനു സകൻ ബിന്തു യസീദ് ബിനു സകൻ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞ വേറൊരു വിഷയമുണ്ട്. അവർ പറഞ്ഞു, നബിയേ, എല്ലാ പെണ്ണുങ്ങളുടെയും പ്രതിനിധിയായി ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് തന്നെയാണ് സർവ്വ പെണ്ണുങ്ങൾക്കും പറയാനുള്ളത്. യാ റസൂലല്ലാഹ്, ഇന്നി റസൂലു മൻ വറാഇ മിൻ ജമാഅത്തി നിസാഇൽ മുസ്ലിമീൻ കുല്ലിഹിൻ. മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾക്ക് മുഴുവനും പറയാനുള്ളത്, നബിയേ, അവരുടെ പ്രതിനിധിയായി ഞാൻ അങ്ങയോട് പറയട്ടെ. നല്ല ചാതുരിയുള്ള പെണ്ണായിരുന്നു അസ്മാഉ ബിന്തു യസീദ്. എന്താ വിഷയം എന്നറിയോ? നബിയേ, ഞാൻ പറയുന്നതാണ് അവർക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം തന്നെയായിരിക്കും അവരുടെ അഭിപ്രായവും. നമ്മൾ പറയില്ലേ, പെണ്ണുങ്ങൾക്ക് പറയാം ഷോപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങൾ ഞങ്ങൾക്ക് പോയി വാങ്ങിക്കണം, ഒരു ഫ്രീഡം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടംപററി നമ്മുടെ സഹോദരിമാർക്ക് പല പല വിഷമങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കണ്ടു വെച്ചിരുന്നു, ചെന്ന് നോക്കുമ്പോൾ അത് അവിടെ കിട്ടാനില്ല, അതാരോ വാങ്ങിച്ചു കൊണ്ടുപോയി, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇനി കല്യാണത്തിന് ഞാൻ എന്താ ഉടുക്കുക എന്ന് പറഞ്ഞൊക്കെ ടെൻഷൻ. നിസ്സാര വിഷയങ്ങൾക്ക് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴേ ഈ ഉമ്മത്തിൻ്റെ മുൻ തലമുറയുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമ്മൾ അറിയണം. അവരെന്തിനാണ് ടെൻഷൻ അടിച്ചത്? നമ്മൾ ടെൻഷൻ അടിക്കാൻ ഉദ്ദേശിച്ചൊരു മാലുണ്ടായിരുന്നു, ഒരു ഡിസൈൻ, അതവിടെ കണ്ടില്ല, അവിടെ മുമ്പ് ചെന്നപ്പോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോതിരം കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഡ്രസ്സ് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച പോലെ അതായില്ല. യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ബഅസക ഇലർ റിജാലി വന്നിസാ. നബിയേ, അല്ലാഹു നിങ്ങളെ പറഞ്ഞയച്ചത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയല്ലേ? ഞങ്ങൾ എല്ലാവർക്കും അല്ലേ നബി അങ്ങയെ പറഞ്ഞയച്ചത്? ഫആമന്നാ ബിക വത്തബഅനാക. നബിയേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചു, ഞങ്ങൾ അങ്ങയെ പിൻപറ്റി. വനഹ്നു മഅശറൻ നിസാഇ മഖ്സൂറാത്തുൻ മുഖദ്ദറാത്തുൻ ഖവാഇദുൽ ബുയൂത്ത്. ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുകയാണ് നബിയേ, ഞങ്ങൾ പുറത്തിറങ്ങാതെ അച്ചടക്കത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് നബിയേ. വമവാദിഉ ശഹ്വാതിർ റിജാൽ. പുരുഷന്മാർക്ക് വൈകാരിക ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ തന്നെയല്ലയോ അവർ സമീപിക്കുന്നത്, അവരുടെ ഭാര്യമാരെന്ന നിലക്ക്. വഹാമിലാതു ഔലാദിഹിം. പുരുഷന്മാരുടെ മക്കളെ ഗർഭം ചുമക്കുന്ന പെണ്ണുങ്ങളല്ലയോ നബിയേ ഞങ്ങൾ. വഇന്നർ റിജാല. പരാതി പറയാൻ പോവാണ്. പുരുഷന്മാരാണെങ്കിലോ ഫുദ്ദിലു അലൈനാ ബിൽ ജമാഅത്ത്. പുരുഷന്മാർക്ക് ജമാഅത്തിന് പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണെന്ന് കൂടുതൽ
എന്നല്ല, പുരുഷന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് ജമാഅത്തിന് വരാൻ, പെണ്ണുങ്ങളെയല്ല. നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്ത വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സുന്നത്തും ഖുർആനും എന്നൊക്കെ പറയുമ്പോഴേ അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ തന്നെ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചു അല്ലെങ്കിൽ അവിടെ പോയി അല്ലെങ്കിൽ അങ്ങനെ ചില അനുഭവങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്ന ഹദീസുകളുടെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്ന് പെണ്ണുങ്ങളൊക്കെ പള്ളിക്ക് വരും എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോഴേ അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടൊരു വിഷയമാണ് എന്നതിൻ്റെ കൂടെ ഒന്ന് പറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൂലി കിട്ടാനാണെങ്കിൽ വീട്ടിൽ നിന്നാണ് കൂലി, അതങ്ങനെ തന്നെയല്ലേ ഹദീസ്. അപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും നല്ലത്. വീടിലെ ഏറ്റവും ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് ഏറ്റവും, പള്ളിയുടെ ഇമാമിൻ്റെ നേരപ്പിരകിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ കൂലി അവർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ മഹത്വം എന്ന് പറഞ്ഞെടുത്ത് നബിയെ അവരല്ലേ ജമാഅത്തിന് അങ്ങയുടെ കൂടെ വരുന്നത് എന്ന് അസ്മാ ബിൻത് യസീദ് ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹ ഇവിടെ പറയുന്നത്. വശുഹൂദിൽ ജനായിസി വൽ ജിഹാദ്, നബിയെ ജനാസ മറവ് ചെയ്യാനും അങ്ങയുടെ കൂടെ ധർമ്മസമരങ്ങൾക്കും വരാറുള്ളത് പുരുഷന്മാരാണല്ലോ. വഇദാ ഖറജൂ ഇലൽ ജിഹാദി, അവർ ധർമ്മസമരത്തിന് പോകുമ്പോൾ ഹഫിദ്നാ ലഹും അംവാലഹും, അവരുടെ സമ്പത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് സംരക്ഷിക്കുന്നവരാണ്. വറബ്ബൈനാ ലഹും അബ്നാഅഹും, അവരുടെ മക്കളെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്. അഫനുശാരികുഹും ഫിൽ അജ്ർ, നബിയെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കും അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിൽ ഒരിടം നൽകുമോ? ഞങ്ങൾക്കും കൂലി വേണ്ടയോ? ഞങ്ങൾക്ക് ജമാഅത്തിനോ ജനാസകൾക്കോ ജിഹാദിനോ വരാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഫലം കുറഞ്ഞു പോകുന്നില്ലയോ നബിയെ? അങ്ങ് ഞങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ നബിയല്ലയോ എന്ന് അസ്മാ ബിൻത് യസീദ് ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹ ഖതീബത്തുൻ നിസാ, പെണ്ണുങ്ങളുടെ പ്രഭാഷകയായിരുന്നു അവർ. അസ്മാ ബിൻത് യസീദ് ഇബ്നു സക്കൻ എന്ന ഈ മഹദി യർമൂക്ക് യുദ്ധത്തിൽ സ്വഹാബികൾക്ക് സഹായത്തിന് പോയിട്ടുണ്ട്. റോമക്കാരായ പോരാളികളിൽ 9 പേരെ ഒറ്റക്ക് വകവരുത്തിയ മഹദിയാണിത്. അസ്മാ ബിൻത് യസീദ് ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഇങ്ങനെ ഒരു പരാതി വന്ന് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പ്രതിഫലം വേണം, ഇത്രയൊന്നും പോരാ. അല്ലാഹുവിൻ്റെ ഹബീബ് ഈ ഖതീബത്തുൻ നിസാഇനെ പുകഴ്ത്തിക്കൊണ്ട് മറുപടി കൊടുക്കുകയാണ്. ഹൽ സമിഅ്തും മഖാല ഇംറഅത്തിൻ ഖത്തു അഹ്സന സുആലൻ അൻ ദീനിഹാ മിൻ ഹാദിഹി, സ്വഹാബികളെ, സ്വന്തം ദീനിനെ കുറിച്ച് ഇത്രമേൽ ഭംഗിയോടെ ചോദിക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് അവർ ചോദിച്ചത്. അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നബിയെ അവരുടെ സംസാര സ്ഫുടത, ബുദ്ധികൂർമ്മത, അവതരണം, വിഷയം അങ്ങയെ ധരിപ്പിച്ചത് വളരെ മനോഹരമായിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് മറുപടി കൊടുത്തു, ഇൻസുരിഫിയ അസ്മാ ബിൻത് യസീദ് ഇബ്നു സക്കനെ, നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത തരാം. വഅലിമീ മൻ വറാഅകി മിനൻ നിസാ, നിങ്ങളുടെ പിറകിലുള്ള നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു കൊടുക്കണമേ. കൂലി വേണ്ടേ നിങ്ങൾക്ക്? എന്താ വേണ്ടത്? അന്ന ഹുസ്ന തബഉലി ഇഹ്ദാകുന്ന ലിസൗജിഹാ, നിങ്ങൾ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞാൽ അവനവൻ്റെ ഭർത്താവിനോട് ഏറ്റവും നന്നായി പെരുമാറുന്നത്. വതലബുഹാ ലിമർദാതിഹി, ഭർത്താവിനോട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, പൊറുത്തു തരണം, എന്നോട് പൊരുത്തപ്പെടണം എന്ന് ഒരു പെണ്ണ് ചോദിക്കുന്നത്. വബ്തിഗാഉഹാ ലിമുവാഫഖതിഹി, ആ പെണ്ണിൻ്റെ ഓരോ വിഷയങ്ങളിലും, ഞാൻ പറയുന്ന വിഷയങ്ങളിൽ, എൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, യോജിക്കണേ. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണമെന്ന് ഭർത്താവിനോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പെണ്ണുങ്ങൾ, യഅദിലു ദാലിക കുല്ല, പുരുഷന്മാർ പോകുന്ന ജിഹാദിൻ്റെയും ജമാഅത്തിൻ്റെയും ജനാസയുടെയും പ്രതിഫലം സ്വന്തം ഭർത്താവിനെ അച്ചടക്കത്തോടെ അനുസരിക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ട് എന്ന അസ്മാ, നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനനുസരിക്കാത്തൊരു ഭർത്താവാണെങ്കിലോ, അള്ളാഹുവിനനുസരിക്കാത്ത ആളാണ്,
കുടിയനാണ്, ലഹരിയുടെ അടിമയാണ്, അക്രമിയാണ്. അള്ളാഹുവിനെ അനുസരിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ ആ പെണ്ണിനോട് ആവശ്യപ്പെടുന്നതൊന്നുമേ അങ്ങനത്തെ അള്ളാഹുവിനെ ഭയപ്പെടാത്ത അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നിലും ഒരു പെണ്ണും ആരെയും അനുസരിക്കേണ്ടതില്ല എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാലനാ ലാ യദ്കുറുനൽ ഖുർആൻ മിഥല മാ യദ്കുറുർ റിജാൽ. നബിയെ, പുരുഷന്മാരുടെ വിഷയങ്ങളിൽ ആയത്തിറങ്ങുന്ന പോലെ അത്ര കൂടുതൽ ഞങ്ങളുടെ വിഷയങ്ങളിൽ ആയത്തിറങ്ങുന്നില്ലല്ലോ, എന്താണതിൻ്റെ കാരണമെന്ന് നബി തങ്ങളോട് ചോദിച്ചു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതിന് മറുപടിയായി ഉമ്മു സലമി പറയട്ടെ, അല്ലാഹുവിൻ്റെ ഹബീബ് ഒരു ദിവസം മിമ്പറിൽ നിന്ന് നബി തങ്ങൾ ഖുത്ബയോദിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിലോ അന അംശതു ശഅരി, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ മുടി ചീകുകയാണ്. നബി മിമ്പറിലാണ്, ജുമഅയിലാണ്. നബി തങ്ങൾ ജുമഅ നിസ്കരിക്കുന്നില്ല പള്ളിയിൽ. ഉമ്മു സലമി വീട്ടിലാണ്. പള്ളിയും വീടും തമ്മിൽ ഒരൊറ്റ ചുമരിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഹബീബായ നബി തങ്ങൾ ജുമുഅ നിർവഹിച്ചുകൊണ്ട് ജുമുഅയ്ക്ക് വേണ്ടി മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഖുതുബ തുടങ്ങിയപ്പോൾ ഫലഫഫ്തുഹു വഖറജ്തു അസ്തമിഅ, ഞാൻ എൻ്റെ മുടിയൊക്കെ അവിടെ ചുരുട്ടി വെച്ച് കെട്ടിവെച്ച് പുണ്യനബി പറയുന്നത് എന്താണ് എന്ന് ജുമുഅയുടെ ഹബീബിൻ്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അവിടെ അല്ലാഹുവിൻ്റെ റസൂൽ ഓതുന്നത് ഞാൻ കേട്ടു. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്താണത്. ഞാനത് കേട്ടു. അത് കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതമുണ്ടായത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, എന്തേ നബിയെ ഞങ്ങളെക്കുറിച്ച് പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞങ്ങളെക്കുറിച്ചുള്ള ആയത്താണ് കേൾക്കുന്നത്. ആ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات, ആണുങ്ങളെയും പെണ്ണുങ്ങൾ ഉൾപ്പെടുത്തിയാ പറയുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമുകളായ ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാൻ നഖങ്ങളിൽ കടന്ന പെണ്ണുങ്ങളും ആണുങ്ങളും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, ഇബാദത്ത് ചെയ്യുന്ന ആണുങ്ങളും ഇബാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളും, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യസന്ധത പാലിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമിക്കുന്ന ആണുങ്ങളും ക്ഷമിക്കുന്ന പെണ്ണുങ്ങളും, വൽഖാശിഈന വൽഖാശിആത്ത്, അല്ലാഹുവിനെ ഭയപ്പാടോടുകൂടെ അല്ലാഹുവിനെ ഓർക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വൽമുതസദ്ദിഖീന വൽമുതസദ്ദിഖാത്ത്, ദാനം ചെയ്യുന്ന ആണുങ്ങളും ദാനം ചെയ്യുന്ന പെണ്ണുങ്ങളും, വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പെടുക്കുന്ന ആണുങ്ങളും നോമ്പെടുക്കുന്ന പെണ്ണുങ്ങളും, വൽഹാഫിളാത്തി ഫുറൂജഹും വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത്, വ്യഭിചരിക്കാത്ത ആണുങ്ങളും വ്യഭിചരിക്കാത്ത പെണ്ണുങ്ങളും, والذاكرين الله كثيرا والذاكرات, അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന ആണുങ്ങളും ധാരാളം ഓർക്കുന്ന പെണ്ണുങ്ങളും. ഇവർക്കൊക്കെ എന്തുണ്ട്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ, അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെപ്പോലെ
പ്രതിഫലം പെണ്ണുങ്ങൾക്കുമുണ്ട്, അവരൊരിക്കലും താഴെയല്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മിമ്പറിൽ വെച്ച് ഓതി പറയുന്നത് കേട്ടപ്പോഴാണ് എൻ്റെ അത്ഭുതം അവസാനിച്ചത് എന്ന്